ധനതത്വശാസ്ത്രത്തെ, സാമ്പത്തിക ശാസ്ത്രത്തെ വളരെ മനോഹരമായി വിശകലനം ചെയ്യുന്ന ഒരാളാണ് ജോസ് സെബാസ്റ്റ്യൻ സാർ. അദ്ദേഹം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അങ്ങനെ എന്തോ പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായും അതുപോലെ തന്നെ മറ്റു പലപ്പോഴും പുതിയ പുതിയ തിയറികളും പെൻഷനെ സംബന്ധിച്ച്, സാമൂഹിക കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച്, വർഗീയതയെക്കുറിച്ചൊക്കെ നിർഭയമായി പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിരവധിയായ ലേഖനങ്ങൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായി. ഷിംജിതയുടെ വേഷം ബസ്സിലും ജയിലിലും എന്ന തലക്കെട്ടോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇസ്ലാമോഫോബിക് ആണെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. അത് സാധാരണ ഇപ്പോൾ എഴുതുന്നവരെല്ലാം എടുക്കാറുള്ളൊരു സ്പേസാണ്. കാരണം ഇപ്പോൾ ഈ മതപരമായ കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ വളരെ പെട്ടെന്ന് തന്നെ തീവ്രവാദിയാവുകയും സംഘീയാവുകയും കൊങ്ങിയാവുകയും അല്ലെങ്കിൽ ജിഹാദിയാവുകയും ഹമാസിയാവുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പുള്ളിയുടെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടാണ് പുള്ളി ബാക്കി പറയുന്നത്. ആത്മഹത്യ ചെയ്ത ദീപകാണോ ഷിംജിത മുസ്തഫയാണോ കുറ്റം ചെയ്തതെന്ന് പോലീസും കോടതിയും തീരുമാനിക്കട്ടെ. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഷിംജിത ഒരു തട്ടമിട്ടിട്ടുണ്ടെന്നതൊഴിച്ചാൽ അത്യാവശ്യം ഫാഷനബിളായ വേഷമാണ് അണിഞ്ഞിരിക്കുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അധരങ്ങൾ മറയ്ക്കുന്ന പർദ്ദയും. ഈ പർദ്ദ തന്നെ ഇട്ട് ബസ്സിൽ കയറിയിരുന്നുവെങ്കിൽ ഷിംജിത ആരോപിക്കുന്ന പീഡനം നടത്താൻ ഒരുപക്ഷെ ദീപകിന് തോന്നുകയില്ലായിരുന്നു. അതുകൊണ്ട് പീഡനം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീജനങ്ങളും പർദ്ദയിലേക്ക് മാറുന്നത് കൊള്ളാം. ഏതായാലും ഇനി പർദ്ദ ഷിംജിതയെ രക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പെഴുതിയിരിക്കുന്നത്. ഈ കുറിപ്പിൽ വ്യത്യസ്തമായ ആംഗിളിൽ ഇതിനെ കാണാം. പക്ഷേ ഞാനിതിൽ കണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞതിലൊരു ആസ്പെക്റ്റ് ഉള്ളത്, ഈ പർദ്ദ എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു കാഴ്ച, അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ സംഗതിയുണ്ട്. ഇന്നത് പലപ്പോഴും പല വസ്ത്രങ്ങളും, ഇപ്പോൾ ക്രൈസ്തവ കന്യാസ്ത്രീകളുടെ വസ്ത്രങ്ങൾ, അതുപോലെ പർദ്ദ ധരിച്ചുകൊണ്ട് പോകുന്ന വസ്ത്രങ്ങളൊക്കെ പുതിയ ഇന്ത്യയിൽ വിദ്വേഷത്തിൻ്റെ അടയാളമായി മാറുമ്പോഴും ഇത് നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. നമുക്കിപ്പോൾ ഒരാളിനെ ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച അല്ലെങ്കിൽ അത്തരം ഒരു ഡ്രസ്സിൽ വരുന്ന ഒരു കന്യാസ്ത്രീയെ നമ്മൾ സമീപിക്കുന്ന, നമ്മൾ കരുതുന്ന, നമ്മൾ കാണുന്ന ഒരു ഭാവമുണ്ട്. ആ ഭാവത്തിൽ നമുക്കൊരു ബഹുമാനവും ആദരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുതലുമൊക്കെയാണ് നമുക്ക് തോന്നുക. അതുപോലെ തന്നെയാണ് പർദ്ദ ധരിച്ചുകൊണ്ട് വരുന്ന സാധാരണ ആളുകൾ. ഒരു കാലത്ത് ഇത് ധരിക്കുമ്പോൾ ഈ നാട്ടുമ്പുറത്തൊക്കെ ഹജ്ജിന് പോയിട്ട് വന്നിട്ട് ധരിക്കുന്നത് പോലെയും അല്ലെങ്കിൽ സവിശേഷമായ ചില അടയാളപ്പെടുത്തലുകൾക്ക് ശേഷം ധരിക്കുന്ന വസ്ത്രമായിട്ടുമൊക്കെയാണ് ഇതിനെ കരുതിയിരുന്നത്. ഇന്നിപ്പോൾ പക്ഷേ ഇതിൽ തന്നെ വെറൈറ്റിയും ഇതിൽ തന്നെ പുതിയ പുതിയ മാനവും ഇത് തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു വലിയ മെറ്റീരിയലും കണ്ടൻറ്റും ഒക്കെയായി മാറുന്ന കാലം കൂടിയാണിത്. ഈ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അത് നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ അത് ധരിക്കുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്ന അല്ലെങ്കിൽ തോന്നേണ്ട ചില നിയന്ത്രണങ്ങൾ, ഞാനിങ്ങനെ അതിലാണ്. ഇപ്പോൾ പോലീസിൽ യൂണിഫോം ധരിക്കുന്ന ഒരു പോലീസുകാരൻ ആ യൂണിഫോമിനുള്ളിൽ ഞാൻ യൂണിഫോമിലാണെന്ന ബോധം അദ്ദേഹത്തെ സ്വയം നിയന്ത്രിക്കുന്നത് പോലെ എന്തിനാണോ ആ വസ്ത്രം ധരിക്കുന്നത് ആ പർപ്പസാണ്, അതിൻ്റെ ഉള്ളിൽ ലക്ഷ്യമാണ് ആ ആളിനെ നിയന്ത്രിക്കുന്നത്, ആ ആളിനെ കരുതാൻ പ്രേരിപ്പിക്കുന്നത്. അതേ കരുതൽ തന്നെ മഹാഭൂരിപക്ഷം വേളകളിലും മറുവശത്തുനിന്നും ലഭിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ പുതിയ ഇന്ത്യയിൽ അതൊക്കെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടയാളമായി മാറിയെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ഫാഷനബിളായി അണിഞ്ഞിരുന്ന ഒരാൾ ഇതിൽ വന്നപ്പോഴേക്ക് പർദ്ദയിലേക്ക് മാറി എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം അത് വളരെ വലുതാണ്. കാരണം ആ ദൃശ്യത്തിൽ ആ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ ദീപക് ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്ന ആ വീഡിയോയിലൊന്നും ഇല്ലാത്ത ഒരു കുലീനത്വവും ഒരു മര്യാദയും അതിൻ്റെ അപ്പുറത്ത് വേറെ എന്താണോ അതൊക്കെയായിരുന്നു അവിടെ പ്രദർശിപ്പിച്ചത് എങ്കിൽ ഇവിടെ വന്നപ്പോൾ ചിത്രമെല്ലാം മാറി ഇതൊക്കെ ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെയാണ് ഈ നമ്മുടെ ജോസ് സെബാസ്റ്റ്യൻ സാർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അന്നായിരുന്നെങ്കിൽ എന്ന ചോദ്യം.